ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലെത്തിയോടുകൂടി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം പുറത്തായി എന്ന് മാത്രമല്ല, ഈ പരിപാടി നടത്തുന്ന പാകിസ്ഥാനേ അങ്ങ് പുറത്തായിരിക്കുകയാണ്. ആക്ച്വലി ഇന്ത്യ ഫൈനലിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഫൈനൽ നടക്കേണ്ടിയിരുന്നത് ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. ഇപ്പോൾ അങ്ങ് ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അത് പക്ഷേ ദുബായ് സ്റ്റേഡിയത്തിന് ലോട്ടറി ആയിരിക്കുകയാണ്. മുഴുവൻ ഓൺലൈൻ ടിക്കറ്റുകളും വിറ്റ് തീർന്നു. ഞായറാഴ്ച ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ കാണാൻ 1 ലക്ഷം ദിർഹം, അതായത് 23.5 ലക്ഷം രൂപ വരെ മുടക്കിയവരുണ്ട്. ബ്ലാക്കിലെ പണം നൽകിയാലും ടിക്കറ്റ് ലഭ്യമല്ലെന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്താണ് സ്കൈ ബോക്സിലേക്കുള്ള 12,000 ദിർഹത്തിന്റെ ടിക്കറ്റ് അടക്കം, അതായത് 2.82 ലക്ഷം രൂപ ടിക്കറ്റ് പോലും ബാക്കിയില്ല. പല വെബ്സൈറ്റുകളും ടിക്കറ്റ് വില 1000 മടങ്ങ് വർദ്ധിപ്പിച്ചു. 250 ദിർഹത്തിന്റെ ടിക്കറ്റിന് 3000 ദിർഹമാണ് ഈടാക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്? വെറുതെ അല്ല ICC ഇത്ര കാര്യമായിട്ട് ഇന്ത്യൻ ടീമിന് ഇങ്ങനെ താരാട്ടുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനിപ്പം മറ്റു ടീമുകൾ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ദക്ഷിണാഫ്രിക്ക അടക്കം മില്ലർ അടക്കം ഇപ്പോൾ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് ദുബായിലേക്ക് പോയും വരാനൊക്കെ സമയം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങൾ തോറ്റേന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പം ജസ്റ്റ് ഒരു ഗെയിം മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നുകൂടിയാണ്.